എഞ്ചിൻ ഓയിൽ കുടിച്ച് ജീവിക്കുന്ന കർണാടകക്കാരൻ. ഹായ്, ബൈജരാജ് ശാസ്ത്രലോകത്തിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. 2 ദിവസമായിട്ട് ഇറങ്ങിയിട്ട് വൈറലായിട്ടുള്ളൊരു വീഡിയോ ആണിത്. കർണാടകത്തിലുള്ള കുമാർ എന്ന് പറയുന്ന ഒരാൾ, ഓയിൽ കുമാർ, 33 വർഷമായിട്ട് അദ്ദേഹം ഓരോ ദിവസവും 7-8 ലിറ്റർ കുടിക്കുമെന്നാണ് പറയുന്നത്. വേസ്റ്റ് ആയിട്ട് കളയുന്ന കരി ഓയിൽ, കൂടെ കുറച്ച് ചായയും മാത്രം, അതല്ലാതെ മറ്റു ആഹാരമൊന്നും കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇത് ശരിയായിരിക്കുമോ എന്ന് പലരും മെസ്സേജ് അയച്ച് ചോദിച്ചു. ആദ്യമേ പറയട്ടെ, എഞ്ചിൻ ഓയിൽ നമുക്ക് ഭക്ഷണത്തിന് പകരമായിട്ട് ഉപയോഗിക്കുവാൻ സാധ്യമല്ല. അത് വിഘടിപ്പിക്കുവാനോ ദഹിപ്പിക്കുവാനുള്ള ശക്തി നമ്മുടെ ആമാശയത്തിനില്ല. നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളത് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻസ്, ഫാറ്റ്, മിനറൽസ്, വിറ്റാമിൻസ് എന്നിവയാണ്. കൂടെ ചായയും കഴിക്കുമെന്ന് പറയുന്നുണ്ട്. ചായയിലാണെങ്കിൽ ആകെ കുറച്ച് എനർജിയേ ഉള്ളൂ. ഈ എഞ്ചിൻ ഓയിൽ കഴിക്കുന്ന നമുക്ക് ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ സാധാരണ നമുക്ക് ഇതിന് മണം കേൾക്കുമ്പോഴേ ഛർദ്ദിക്കാനായിട്ട് വരും. ഇതിന് മണം കുറവാണ് എങ്കിലും നമ്മുടെ മൂക്കിനടുത്തേക്ക് എത്തുന്ന സമയത്ത് പലർക്കും ഇത് അറപ്പുണ്ടാക്കും. എനിക്ക് ക്യൂടെക്സിന്റെ മണം ഇഷ്ടമാണ്, എന്നാൽ പെട്രോളിന്റെയും മണ്ണെണ്ണയുടെയും മണം ഇഷ്ടമല്ല. ചില ആളുകൾക്ക് അതും ഇഷ്ടമാണ്. പെട്രോൾ പമ്പിലെല്ലാം പോയി കഴിഞ്ഞാൽ കാറിന്റെ വിൻഡോ താഴ്ത്തിയിട്ട് ആ മണമെല്ലാം മൂക്കിലേക്ക് വലിക്കും ചില ആളുകൾ. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് ഇഷ്ടമുള്ള മണമായിരിക്കാം ഇത്. അത് കാരണം തന്നെ ഇദ്ദേഹം ഇത് രുചിച്ച് നോക്കിയിട്ടുണ്ടാവാം. സാധാരണ ഒരാൾ എഞ്ചിൻ ഓയിൽ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മണം കാരണം തന്നെ ഛർദ്ദിച്ചു പോകും, അല്ലെന്നുണ്ടെങ്കിൽ വയറിന് കമ്പനം ഉണ്ടാവും, അല്ലെങ്കിൽ ലൂസ് മോഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. നമ്മുടെ കുടലിനാണെങ്കിൽ ചെറുതായിട്ട് പൊള്ളലും ഏൽക്കും. എന്നാൽ ഇത് വേസ്റ്റ് ഓയിൽ ആയത് കാരണം തന്നെ അതിന് അത്രയും പവർ ഉണ്ടാവുകയില്ല. അത് കാരണം തന്നെ പൊള്ളൽ കുറവായിരിക്കാം. ഫ്രഷ് ആയിട്ടുള്ള ഓയിലാണെങ്കിൽ കൂടുതൽ പൊള്ളലേൽക്കും. ഇത് നമ്മുടെ വയറിൽ പോകുന്നതിനേക്കാൾ അപകടം ഇത് ശ്വസിക്കുമ്പോഴും ശ്വാസകോശത്തിൽ പോകുമ്പോഴുമാണ്. അപ്പോൾ ഇത് ഒരു പക്ഷേ ഇദ്ദേഹത്തിന് ഈ മണം ഇഷ്ടമുള്ളത് കാരണം രുചിച്ച് നോക്കിയിട്ടുണ്ടാവാം. കുറേശ്ശെ ട്രൈ ചെയ്ത് നോക്കിയത് കാരണം തന്നെ ഇദ്ദേഹത്തിന്റെ ശരീരത്തിനും കുടലിനുമെല്ലാം ഇത് ശീലമായിട്ടുണ്ടാവാം. എന്നാൽ 8 ലിറ്റർ കുടിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ ഇതിൽ സാധ്യമല്ല. നമുക്ക് തന്നെ അറിയാം, നമ്മൾ 2-3 ലിറ്റർ വെള്ളം കുടിക്കാൻ തന്നെ ഒരു ദിവസം പാടുപെടുന്നുണ്ട്. അപ്പോഴാണ് 8 ലിറ്റർ കരി ഓയിൽ കുടിക്കുക. ഇദ്ദേഹത്തിന് ഇത് കഴിക്കുന്നത് കാരണം യാതൊരു ശാരീരിക പ്രശ്നങ്ങളും ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ വീഡിയോ നോക്കിയാൽ നമുക്ക് കാണാം, ഇദ്ദേഹത്തിന് ആവശ്യത്തിന് ആരോഗ്യമോ മസിലോ ഉണ്ടോ? ഇല്ല. ദിവസവും 7-8 ലിറ്റർ എഞ്ചിൻ ഓയിൽ കുടിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നാൽ വെറും 2 ലിറ്റർ കഞ്ഞി മാത്രം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ ആരോഗ്യം ഉണ്ടാവും അദ്ദേഹത്തിന്. 33 വർഷമായിട്ട് എഞ്ചിൻ ഓയിലാണ് അദ്ദേഹം കഴിക്കുന്നതെങ്കിൽ അദ്ദേഹത്തെ കുറിച്ചുള്ള വാർത്തകൾ ഇതിന് മുന്നേയും വന്നിരിക്കണം. എന്നാൽ അങ്ങനെ യാതൊരു വാർത്തകളും ഇന്റർനെറ്റിൽ ലഭ്യമല്ല. ഇതൊരു പക്ഷേ ഈ 2 ദിവസം മുന്നേ ആരോ വീഡിയോ എടുത്ത സമയത്ത് ഇദ്ദേഹം കുടിച്ചതായിരിക്കാം. ഇതിനു മുന്നേ അദ്ദേഹം കുടിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ അത് വളരെ കുറച്ച് എമൗണ്ടിൽ മാത്രമായിരിക്കാം. ഇതുപോലെ സംശയാസ്പദമായ വീഡിയോകളുടെ യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനായി ശാസ്ത്രലോകം ഫോളോ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ശാസ്ത്രലോകത്തിന് വേണ്ടി ബൈജരാജ്.